PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPM നേതാവ് കോഴ വാങ്ങിയതായി പരാതി. കോഴിക്കോട്ടെ യുവജന നേതാവിനെതിരെയാണ് പാർട്ടിക്ക് പരാതി കിട്ടിയത്. കരാർ ഉറപ്പിച്ചത് 60 ലക്ഷത്തിന്, കൈപ്പറ്റിയത് 22 ലക്ഷം. പണമിടപാട് നടന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി, കാര്യം നടത്താമെന്ന ഉറപ്പിലെന്നും ആരോപണം. CPIM സംസ്ഥാന സമിതിക്കാണ് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചത്. എന്നാൽ പരാതിയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. അറിയില്ല എന്താന്നറിയില്ല. വേറെ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞില്ല, വിഷയം അറിയില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? അറിയില്ല എന്താന്നറിയില്ല. വേറെ അറിയില്ല. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും സൂര്യ സുജിയാണ് ചേരുന്നത്. സൂര്യ സുജി, വലിയ തരത്തിലുള്ള ഒരു ആരോപണമാണ്. PSC അംഗത്വം നൽകാമെന്ന് പറഞ്ഞിട്ടാണ് കോഴ വാങ്ങിയെന്നുള്ള പരാതി. അതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും പറയുന്നു. മന്ത്രിയുടെ പേരിലാണെന്നും പറയുന്നു. എന്നാൽ മന്ത്രി ഇക്കാര്യം തള്ളുകയാണ്. മന്ത്രിയുടെ വാക്കുകൾ എങ്ങനെയാണ്? സ്വാതി, CPM-ൽ ഇപ്പോൾ PSC അംഗത്വത്തിന് കോഴ എന്ന് പറയുന്ന ഒരു പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന നേതാവാണ് ഇത്തരത്തിൽ ഒരു കോഴ വാങ്ങിയതായുള്ള ഒരു ആരോപണം, അതായത് പരാതി ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ലഭിക്കുന്നത്. അതായത് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് PSC അംഗത്വം വാങ്ങിക്കൊടുക്കാമെന്ന നിലയിലാണ് ഇദ്ദേഹം കോഴ വാങ്ങിയത്. 60 ലക്ഷത്തിനായിരുന്നു ഒരു കരാർ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വ്യക്തി 22 ലക്ഷം രൂപ മാത്രമാണ് ഈ CPIM നേതാവിന്, അതായത് യുവ നേതാവിന് കൈമാറിയത്. പിന്നീട് ഈ PSC അംഗങ്ങളെ CPM തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഇത്തരത്തിൽ പരാതി ഈ വ്യക്തി കൊടുക്കുന്നത്. ഇദ്ദേഹം ഈ CPM യുവ നേതാവ് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കോഴ വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും ഈ കോഴ ആവശ്യപ്പെട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി പരാതിയോടൊപ്പം നൽകിയതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഏരിയ കമ്മിറ്റിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഈ PSC അംഗത്വത്തിൽ യാതൊരു കാര്യവും നേരിട്ട് ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പിറകിൽ മറ്റൊരു ഉന്നത നേതാവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അല്ലെങ്കിൽ ഈ വ്യക്തി വെറുതെ പൊള്ളയായൊരു വാർത്ത, അതായത് ഈ കോഴ വാങ്ങാൻ വേണ്ടി പൊള്ളയായൊരു വാർത്ത നൽകിയതാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ മന്ത്രി മുഹമ്മദ് റിയാസും ഈ സംസ്ഥാന കമ്മിറ്റിയിൽ പരാതി നൽകിയതായുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയങ്ങൾക്ക് മുൻപ് മന്ത്രിയുടെ പ്രതികരണം തേടിയത്. എന്നാൽ ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ പരാതി നൽകിയതായോ അല്ലെങ്കിൽ ഈ ഒരു പരാതിയെ കുറിച്ചോ തനിക്ക് യാതൊരു അറിവില്ല എന്നാണ് മന്ത്രി നമ്മളോട് പ്രതികരിച്ചത്. സ്വാതി, സൂര്യ, യുവജന നേതാവിനെതിരെയാണ് പാർട്ടിക്ക് പരാതി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് പാർട്ടി ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ? നിലവിൽ സംസ്ഥാന കമ്മിറ്റിക്കാണ് ഇപ്പോൾ പരാതി നൽകിയതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് ഇതുവരെയായും ഒരു വിവരം ലഭിച്ചിട്ടില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പരാതിയിൽ അന്വേഷണം നടത്തട്ടെ എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മന്ത്രിയോട് പ്രതികരണം തേടിയത്. പക്ഷേ മന്ത്രിയും ഈ കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വാർത്ത സംബന്ധിച്ച് ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അടിയന്തരമായ ഒരു യോഗം നാളെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. നിർണായകമായ ഒരു നടപടി ഉണ്ടായേക്കാം എന്നുള്ളൊരു സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. സ്വാതി, എന്തായാലും സൂര്യ, ഗുരുതരമായ വിഷയമാണ്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPM നേതാവ് കോഴ വാങ്ങിയെന്നാണ് പരാതി. കോഴിക്കോട്ടെ യുവജന നേതാവിനെതിരെ ആണ് പാർട്ടിക്ക് പരാതി ലഭിച്ചിരിക്കുന്നത്. 60 ലക്ഷം രൂപയ്ക്കാണ് കരാർ ഉറപ്പിച്ചതെന്നും 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും പരാതിയിൽ പറയുന്നു. ഈ പണമിടപാട് നടന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി, കാര്യം നടത്താമെന്ന ഉറപ്പിലെന്നുമാണ് ആരോപണം.